പ്രിയപ്പെട്ടവരെ, മന്നാ ഡെയിലി ബ്രെഡിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. ഈ ഒരു ദിനം ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ബൈബിളിലുടനീളം മുഴങ്ങിക്കേൾക്കുന്ന ഒരു വാക്കാണ്, നിങ്ങൾ നിരന്തരമായി പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയെന്ന് പറഞ്ഞാൽ ദൈവവും മനുഷ്യനും തമ്മിൽ നടത്തുന്ന ഹൃദ്യമായ സംഭാഷണത്തിന്റെ പേരാണത്. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ഒരു ഭാഗത്തു നിന്നുള്ള മാത്രം പ്രതികരണങ്ങളേ ഉള്ളൂ. ഹൃദയത്തിനകത്ത് നിറച്ചു വെച്ചിരിക്കുന്ന കണ്ണുനീരിന്റെ കടലുമായി ദൈവത്തിന്റെ അരികിൽ പോയിരുന്ന് നിരന്തരം അർത്ഥനകൾ നടത്തുന്നതിന്റെ പേര് പ്രാർത്ഥനയായി നമ്മൾ വ്യാഖ്യാനിക്കുന്നു. യഥാർത്ഥത്തിൽ നിങ്ങളുടെ കണ്ണുനീര് ദൈവത്തിന്റെ മുമ്പിൽ അർപ്പിക്കുവാൻ എല്ലാവർക്കും അവകാശമുണ്ട്. പക്ഷേ മറുഭാഗത്തിരുന്ന് കേൾക്കുന്ന ദൈവത്തിന് നിങ്ങളോട് എന്തെങ്കിലും ഒന്ന് പറയുവാനായിട്ടുണ്ടെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? മക്കൾ ഓടി വന്ന് നിങ്ങളോട് പനിയുടെ സമയത്ത് ഐസ്ക്രീം വാങ്ങിച്ചു തരണമെന്ന് പറഞ്ഞാൽ മാതാപിതാക്കളായ നിങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും? കുഞ്ഞെ, ഇപ്പോൾ അത് കഴിക്കാൻ പറ്റുകയില്ല, പനി കഴിഞ്ഞിട്ട് നമുക്ക് കഴിക്കാമെന്ന് പറയുമല്ലേ? നിങ്ങളുടെ അർത്ഥനകൾക്ക് ദൈവത്തിന് നൽകുവാനായിട്ടുള്ള സമയമോ കാലമോ ആയിട്ടില്ല എങ്കിൽ നിങ്ങൾ ചോദിക്കുന്ന ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിന് നന്മ ഗുണങ്ങൾ നൽകുന്നതല്ല എങ്കിൽ ദൈവം അത് നൽകുമോ? ദൈവത്തിന് നിങ്ങളോട് തിരികെ പറയാനായിട്ടുള്ളൊരവസരം കൊടുക്കാറുണ്ടോ പ്രാർത്ഥനയിൽ? അങ്ങനെ കൊടുക്കുമ്പോഴാണ് പ്രാർത്ഥന യഥാർത്ഥത്തിലുള്ള അനുഗ്രഹമായി മാറുന്നത്. ഇനി കുറച്ചു സമയം ദൈവത്തിന്റെ മുമ്പിൽ നിങ്ങൾ മൗനമായെന്നിരിക്കൂ. ആ അധരങ്ങളിൽ നിന്ന് നമ്മളോട് എന്തെങ്കിലുമൊക്കെ പറയുവാനായിട്ടുണ്ടോ എന്ന് ഒരു ധ്യാനം നടത്തുക. ദൈവം നമ്മളോട് ചില കാര്യങ്ങളൊക്കെ പറയും. അപ്പോഴാണ് നമ്മൾ ദൈവത്തിന്റെ ഹൃദയത്തിൽ കൂടുകൂട്ടുന്നത്. കൂടൊരുക്കാൻ കൃപ നൽകാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ ദിനം അനുഗ്രഹിക്കണമേ. ആമേൻ.